നമ്മളെ ഒരു ടീം സപ്പോർട്ടറാണ്, ഒരു ടീമിന്റെ ഓണറാണ് ഡ്രീം വാരിയേഴ്സ്. സതീഷേട്ടാ, ഈ വർഷത്തെ നമ്മുടെ ഫെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നമസ്കാരം എല്ലാവർക്കും. നമ്മള് തുടർച്ചയായിട്ട് 2 വർഷം ഈ ടൂർണമെന്റിൽ പങ്കെടുത്ത ഒരു ഫ്രാഞ്ചൈസി എന്നുള്ള നിലയ്ക്ക് ഒരു കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 8 ടീം മാത്രം വെച്ചിട്ടാണ് കളിച്ചത്. അപ്പോൾ അതിന് നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ഒരു കമ്മിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ഫാർ ബെറ്റർ ആയി. നമ്മൾ ഒരുപാട് മാറ്റം വന്നു. കളികൾ ഓർഗനൈസ് ചെയ്തത്, പിന്നെ നമ്മുടെ ഓപ്പണിംഗ് സെറിമണി, അതേപോലെ ഓപ്പണിംഗ് സെറിമണി എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നല്ല സ്പോൺസേഴ്സ് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഉമ്മൽക്കോയിലിനെ പോലെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലാത്ത ആൾക്കാർക്ക് ഉമ്മൽക്കോയിൻ എന്താണ്, അവിടെ ചെറിയൊരു സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ നമ്മള് ഷാർജയും ദുബായിനെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉമ്മൽക്കോയിൻ തന്നെയാണ്, അത് സംശയമൊന്നും വേണ്ട. നമ്മള് പിന്നെ ഞായറാഴ്ച ദിവസം രാവിലെ ഇവിടെ കാണുന്ന വണ്ടികൾ, നമ്മുടെ റോഡിൽ കാണുന്ന വണ്ടികൾ 90% വണ്ടികളും ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട വണ്ടികളാണ്. നമ്മുടെ ഈ കണ്ട ഗ്രൗണ്ടുകളിലേക്ക് വരുന്ന വണ്ടികളാണ്. അതിലേക്കുള്ള പ്ലേയേഴ്സ്, അവരെ കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ, അവരാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഉമ്മൽക്കോയിൽ ക്രിക്കറ്റിന്റെ കാര്യത്തില് നമുക്ക് ഒരിക്കലും നമ്മൾ പുറകിലല്ല. അതിന്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ ക്രിക്കറ്റ് ഫെസ്റ്റ്. ഇത്രയും പ്ലേയേഴ്സ് പങ്കെടുത്തു, ഇത്രയും ഫ്രാഞ്ചൈസീസ് ഉണ്ടായിരുന്നു, അതുപോലെ കമ്മിറ്റി. ഞാൻ എടുത്തു പറയുന്നതാണ്, എനിക്ക് ഈ പ്രാവശ്യം ഷിനുവായി എടുത്ത എഫേർട്ടിന് എന്തായാലും പറയണ്ടായിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. ഞാൻ പേഴ്സണലായിട്ട് ഒരാളെ അടുത്ത് പറയല്ല, ആളെ കാരണം 3-4 മാസമായിട്ട് ഷിനുവായി, കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയും. കമ്മിറ്റി അതിൽ കൂടെ എല്ലാവരും നിർത്തും, അതിലാരും സംശയമില്ല. അല്ലല്ല, അങ്ങനെയല്ല, ഒരാളെന്നില്ല, എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. മഞ്ചാടിയൊക്കെ എടുത്തപ്പോഴൊക്കെ നമ്മൾ ദിവസം കാണുന്നുണ്ട്. അപ്പൊ ഷിനുവായി എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആണെങ്കിലും ചില ദിവസം വൈകുന്നേരങ്ങളിൽ വിളിച്ചിട്ട് ചേട്ടാ അങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെയാണ് ഇങ്ങനെ പറയും, സംസാരിക്കും നമ്മളെടുത്ത്. അപ്പൊ എന്നെ വിളിക്കുന്ന പോലെ തന്നെ പുള്ളി എല്ലാ ആൾക്കാരെയും വിളിക്കുന്നുണ്ടാവും. ഞാനൊരു പുള്ളിയുടെ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഫ്രാഞ്ചൈസി എന്നുള്ള നിലയ്ക്കും മാത്രമല്ല വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ ടൂർണമെന്റില് ഞങ്ങളെ ഒരു 2 വർഷം കണ്ടിന്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും പറയാണ്, 2 വർഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കമ്മിറ്റിയുടെ ഡയറക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടായിട്ട് അതിന്റെ കൂടെ നിൽക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ ഒരു ഇനി അടുത്ത സീസൺ 3 ഒരു 1 വിജയം ആവട്ടെ എന്നും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്പോൺസേഴ്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നല്ല 14 ടീമുകളുള്ളത് ഇനിയും ടീമുകൾ ഇൻക്രീസ് ആയിട്ട് ഇത് വലിയൊരു ടൂർണമെന്റും UAE മൊത്തം അറിയപ്പെടുന്ന ഒരു ടൂർണമെന്റുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പൊ തന്നെ പല ആൾക്കാരും ചോദിച്ചു, ഇതൊരു പോസിബിളുള്ള കാര്യമാണ്. കാരണം ഇത്രയും ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ഒരു പ്രാവശ്യം 8 തുടങ്ങിയ ഒരു ടൂർണമെന്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് നെക്സ്റ്റ് ഇയർ തന്നെ 16 ആക്കാൻ പറ്റുന്നത്? അപ്പൊ അത്രയ്ക്കുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ. കാരണം ഓൾമോസ്റ്റ് ഒരു 200+ പ്ലേയേഴ്സ് വേണം ആ സമയത്ത് 16 ടീം ആകുമ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മള് ഓപ്പണിംഗ് സെറിമണി പറഞ്ഞ മാതിരി രജിസ്ട്രേഷന്റെ സംഭവം ഇട്ടപ്പോൾ തന്നെ ഒരു 10-12 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 250+ പ്ലേയേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ തന്നെ ഇവിടുത്തെ ഒരു പാഷൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ നിന്ന് നമ്മുടെ ഫ്രാഞ്ചൈസികൾക്കും സ്പോൺസേഴ്സിനും അതിലുപരി മോർണിംഗ് മുതൽ കണ്ടിന്യൂസ് മാച്ചസ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഭക്ഷണം കഴിച്ചത് 3 മണിക്കാണ്. നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്തത് 10:30-ക്ക്. പക്ഷെ 2 മണിക്കാണ് നമ്മുടെ ഫൈനൽ കഴിഞ്ഞത്. അപ്പൊ അത്രയും സമയം അക്ഷരങ്ങളോട് തന്നെ നമ്മോട് സഹകരിച്ച എല്ലാ പ്ലേയേഴ്സും വലിയൊരു ബിഗ് താങ്ക്സ്. ഇത് ആക്ച്വലി ഒരു വിന്നേഴ്സിന്റെ പാർട്ടിയിലുപരി വീണ്ടും വീണ്ടും ഒന്നിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ചത് തന്നെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ പാർട്ട് ഒരു ടീമിന്റെ പാർട്ടാണ് നമുക്കത് അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ വീണ്ടും നമ്മളെല്ലാവരും ഒന്നിച്ച് കാണണം, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും ഒരു ഗെറ്റ് പോലെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാ സപ്പോർട്ടും തന്ന ടീം ഓണേഴ്സിനാണ്. അഭിഷേക് ഭായി നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ട്. മുൻകൈന്റെ പ്ലെയറുമാണ്, അതുപോലെ ഒരു ടീമിന്റെ മാനേജർ, ഒരു ടീം കൊണ്ടുനടക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മളെ മുൻകൈ ഫെസ്റ്റിനെ പറ്റി എന്താണ് അഭിഷേക് ഭായിക്ക് പറയാനുള്ളത്? ഇപ്രാവശ്യത്തെ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു? Thank you for inviting me. Thank you. ഒരു
was a festival, like an utsavam poleyairunnu. We enjoyed, and I would say എല്ലാവരും അതൊരു ആഘോഷമാക്കി മാറ്റി. We all were happy. We decided late that we wanted to participate. അതിൻ്റെ ഒരു ഇനി അടുത്ത വർഷവും അതിനുശേഷവും ഉണ്ടാവണം. സോ ഫെസ്റ്റ് ഹാസ് ടു കണ്ടിന്യൂ. ഉമ്മൽക്കോയിലെ എല്ലാ പ്ലേയേഴ്സും അത് സപ്പോർട്ട് ചെയ്യണം. And we should make again a big festival with more options and more players and more teams. Thank you. ടൂർണമെന്റ് എന്നുള്ള അതിനെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ക്രിക്കറ്റ് ഫെസ്റ്റ് എന്നാണ് നമ്മളിപ്പോഴും പറയുന്നത്. കാരണം നമ്മുടെ ആൾക്കാരുടെ ആഘോഷമാണ്, പ്ലേയേഴ്സിൻ്റെ ഒരു ആഘോഷമാണ്. അപ്പോൾ അതിൽ എല്ലാ ടീമുകളുടെയും ഇവിടെ അഭിയുടെ ടീമായാലും എല്ലാം നമുക്ക് കിട്ടിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. താങ്ക് യു സോ മച്ച് അഭിയുടെ. പ്ലീസ് കീപ് സപ്പോർട്ടിങ്. ഓക്കെ, 25 വർഷമായിട്ട് ഉമ്മൽക്കോയിലെ പല ടൂർണമെന്റുകളും കളിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ജപ്പാനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഉമ്മൽക്കോയ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി? അതുകൊണ്ട് നമ്മുടെ ഈ കളികളും എങ്ങനെ ഉണ്ടായിരുന്നു? ചൂട് സമയത്താണ് നമ്മൾ ആരംഭിച്ചത്. അതെ അതെ, ഇത് വളരെ സീസണ് നല്ല തണുപ്പ് സീസണായതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ എനർജി വന്നു. പിന്നെ കളി എല്ലാവരും എൻജോയ് ചെയ്ത് ബോളേഴ്സ് പറയുന്നത് നമ്മുടെ ലിജിൽ ഭായ് നന്നായി, പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ ഉണ്ടെങ്കിൽ പിന്നെ കളിച്ച എല്ലാ ടീമുകളും നന്നായി പെർഫോം ചെയ്ത് പിന്നെ ഏറ്റവും നല്ല സംഘാടന രീതിയിലും അതുപോലെ ടീമിൻ്റെ പാർട്ടിസിപ്പേഷൻ പ്ലേയേഴ്സ് എല്ലാ രീതിയിലും ഏറ്റവും മികച്ച ഒരു ടൂർണമെൻ്റായിരുന്നു. Two seasons, season 1 or season 2? Last season very good. Season 2, by committee member to success this tournament. Very good tournament. Very good success tournament. താങ്ക് യു. നമ്മളോടൊപ്പം ഹരി ഈ ടൂർണമെന്റിലെ വിന്നിംഗ് ടീമിലെ ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് എന്താ പറയുന്നത്? സീസണിലെ സൂപ്പർ മാച്ചായിരുന്നു ഞങ്ങളത്. ഞങ്ങളെ ടീം കപ്പടിച്ചു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് റിയാദ് ഈ ഒരു ടൂർണമെന്റിന്റെ ഒരു സംഘടന ഭാഗത്ത് നിന്ന് വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ റൈഡേഴ്സ് ടീമിന്റെ നല്ല എല്ലാ മാച്ചുകളിലും ഒരു ലീഡിംഗ് പെർഫോമൻസിൽ കാഴ്ചവെക്കാൻ പറ്റിയ പ്രയോജനം. താങ്കൾ ഈ ഒരു ടൂർണമെന്റ് ഈ സീസണിലും താങ്കൾ ടീമിന്റെ ഭാഗമാണ്. എങ്ങനെ നോക്കിയാണ് ഈ ടൂർണമെന്റ്? തീർച്ചയായും ഒരുപാട് വെല്ലുവിളികൾ ഏറ്റുവാങ്ങി അത് ഗംഭീരമായി നമ്മൾ ഈ ഫെസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ, അതുപോലെ ഒരുപാട് അഭിനന്ദനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനിയും ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഉമ്മൽക്കോയിൽ ഒരുപാട് നല്ല പ്ലേയേഴ്സിൻ്റെ ഒരു ഭാവി നമ്മൾ ഇതിൽ നിന്ന് കാണുന്നുണ്ട്. പരിപോ തിരിപ്പോ കോതല മംഗള പരിപോ പന്ത്രണ്ടാലയും കുറിക്കിട്ട് വടക്കിട്ട് പയ്യാമള്ളി എന്തിനു പോയി അമോളെ അരക്കല ചരക്കല നന്നായി വെള്ളം കാശി കുടിച്ചവളെ പരിപോ തിരിപ്പോ കോതല മംഗള പരിപോ പന്ത്രണ്ടാലയും കുറിയും ചക്കിട്ട് വടക്കിട്ട് പയ്യാമള്ളി എന്തിനു പോയി അമോളെ ചരക്കല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളേ കറിയുണ്ടാക്കി ഉമ്മാക്ക് പകുതി ഉപ്പാക്ക് പകുതി എന്ന് പറഞ്ഞ് പറ്റിയ ചോളേ അരിപ്പോ തിരിപ്പോ കോരള മംഗള പരമ്പോ പന്ത്രണ്ടാറ് കുളിരയോ തെക്കിട്ട് വടക്കിട്ട് പയ്യാൻ പള്ളി കേമ്പില് പോയി അരക്കല ചരക്കല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളേ
കറക്കണ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ നടപ്പിരാന്താക്കി അരിപ്പോ തിരിപ്പോ കോതള മംഗള പരിപ്പോ 12 കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാം പള്ളി എന്തിന് പോയി അടുക്കള ചെറുക്കള നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ बता दे अब उसको बता दे जरा उसको बता दे मैं उससे मिलूंगा इस बार मिला दे यार 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 मिला दे मिलूंगा इस बार मिला दे यार मिला दे यार मिला दे यार मिला दे यार मिला दे രണ്ടെണ്ണം അതില് ആ വണ്ടിക്ക് കുതിരക്കോ കൊമ്പില്ല മുതിരക്കോ കരുവില്ല പച്ചിലാം പാമ്പിനോ ഭക്തിയില്ല കുതിരക്കോ കൊമ്പില്ല മുതിരക്കോ കരുവില്ല പച്ചിലാം പാമ്പിനോ ഭക്തിയില്ല ഓരോരു പെണ്ണിനെ കൂടെ പുഴയാകിയാലോ നാട്ടി
റോയൽ ലേഡീസിൽ മത്സരത്തിൽ മിസ്റ്റർ ആബിദ് അലി മാൻ ഓഫ് ദി മാച്ച്. മിസ്റ്റർ ആബിദ് അലി ട്രോഫി കൊടുക്കുന്നതിന് വേണ്ടി ഷഫീഖ് പൊന്നാനി. മറ്റൊരു UAE തന്നെ അറിയപ്പെടുന്ന മോസ്റ്റ് ബ്രില്യൻ ബാറ്റർ മിസ്റ്റർ ഷഫീഖ് പൊന്നാനി. അദ്ദേഹത്തെ ഹാർദമായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അജ്മാന്റെ മിസ്റ്റർ ക്രിക്കറ്റർ മുബു മുബാറക്കിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ മുബു. ഹേമന്തിരെ മാൻ ഓഫ് ദി മാച്ച്. 18 പന്തിൽ നിന്ന് 47 റൺസ് എടുത്ത് 2 ഓവറിൽ 1 വിക്കറ്റ് വീഴ്ത്തി. ലജൻസ് ഉമ്മൽകോയിന്റെ താരം 8 ഓവർ മാച്ചിൽ 24 പന്തുകളിൽ നിന്ന് സെഞ്ചുറിയുമായി മിസ്റ്റർ ജെറി സേവ്യർ. അടുത്തതായി നമ്മുടെ സ്പോർട്സിൽ കൊടുക്കുന്ന ഒരു കടന്നലിനെ പോലെ ആക്രമിക്കുന്ന മിസ്റ്റർ ഷബീർ. കൊടുക്കാൻ വേണ്ടി റോഷൻ എത്തിച്ചേരുക പ്ലീസ്. റോഷൻ അടുത്തതായി കുടിയൻ ആക്ഷൻ സ്പോർട്സുകളെ ഫ്രണ്ട് വാ അടുത്തതായി ഓക്കെ വളർത്തി കൂടി അദ്ദേഹത്തിന് സ്വാഗതം. പ്രണവ് നല്ലൊരു കൈ കൊടുക്കാം പ്ലീസ്. അടുത്തതായി 4-5 ഫ്രണ്ട്സ് തമ്മിലുള്ള മാച്ച്. 4-4 ഫ്രണ്ട്സിന്റെ മാച്ചില് സാദ് ബൈ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത UAE കിഡ്സ് മറ്റൊരു മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി റിയാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കുത്തിത്തീർപ്പിന്റെ ഉസ്താദുമായി അതിനെ എത്ര പെട്ടെന്ന് സ്റ്റേജുമായി വന്നുകൊള്ളേണ്ടതാണ്. അനന്തുവിന്റെ ബിഹാഫിൽ മിസ്റ്റർ രജനീഷ് ഭായ് പ്ലീസ് കം ടു സ്റ്റേജ്. ചേട്ടാ അപ്പുറത്ത് അടുത്തതായി 6ാം ഫ്രാഞ്ചൈസ് നെക്സി സ്പോർട്സ് മത്സരത്തിലെ 60-ൽ പരം റൺ വേണ്ടിയിരുന്ന മാച്ച് തന്റെ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ മാച്ച് വിജയിപ്പിച്ച ഉണ്ണി പുലിവത്ത് മാൻ ഓഫ് ദി മാച്ച്. കൺഗ്രാറ്റുലേഷൻ. അടുത്തതായി അയാൾ പെർഫ്യൂംസ്. സോനാസിനെ എല്ലാ ടൂർണമെന്റിലെയും അധികായകൻ മിസ്റ്റർ പ്രശാന്ത് പാച്ചു.
ഒരു ഉമ്മൽക്കോയിന്റെ രാജാവായ അപ്രീസിയേഷൻ അത് കുറുകിയ സ്കോറിന് വേണ്ടിയിട്ട് ഷെയ്ഖ് അലിയെ ക്ഷണിക്കുന്നു. എക്സൈസ് സ്പോർട്സ് അത് നൽകുന്നു. ഓണർ ഓഫ് ദ എക്സൈസ് സ്പോർട്സ് നിഖിൽ മങ്കാത്ത് പ്ലീസ്. നിഖിൽ മങ്കാത്ത്. Shahid Manjane on the stage. Giving award for Mr. Nikhil Mangat. Kannur. Nikhil Mangat. ഇതായി പാർട്ടിസിപ്പേഷൻ ട്രോഫിയാണ്. ഈ മോഡൽസ് പ്ലീസ്. അത് നൽകുവാനായി ഫോർ ഫ്രണ്ട്സ് രജനേഷ് പ്ലീസ് കം. രജനേഷ് ഹെൽത്ത് സ്കോർ. സോറി ഡിലക്സ് നിർവഹിച്ച തസീറിന് എക്സ്റ്റി സ്പോർട്സിന്റെ വക, നമ്മുടെ കമ്പനിയുടെ വക ഒരു ബാറ്റ് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. മികച്ച സജ്ജകൾ പിറക്കട്ടെ, നല്ല ഇന്നിംഗ്സ് ഉണ്ടാകട്ടെ. രണ്ടും ഉമ്മൽക്കോയിന്റെ ഹാർഡ് ഹിറ്റേഴ്സ് ആണ്. അടുത്തതായി യാസർ ബയാൻ അത് നൽകുന്നത് ഷിനു രാജമോഹൻ.